ഇപ്പൊ ഇവ രണ്ടുപേരും കൂടെ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ 2026 ഇത് അയക്കുവാണ് എങ്കിൽ പിന്നെ 50-ാമത്തെ പ്രായത്തിൽ ഇവൾക്ക് എന്തിനാ ലവ് ലെറ്റർ അയച്ചെന്നറിഞ്ഞ് അവനും കുറച്ച് നാണിച്ചിരിക്കും. അതേസമയം ഇവിടെ ഇവർ രണ്ടുപേരും കൂടെയാണ് എന്തുകൊണ്ട് അവരിത് റിപ്ലൈ ഇടാത്തെന്ന് പറഞ്ഞ് ഇവളിവിടെ കുറെ ആലോചിച്ചോണ്ടിരിക്കും. ഒരേശ് ആ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞോണ്ട് ചിലപ്പോൾ അവർ നമ്മൾ വിശ്വസിച്ച് കാണത്തില്ലെന്നറിഞ്ഞ് ഇവളായിട്ട് കുറെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. കാരണം അവിടെ കറക്റ്റ് ഏത് സമയമാണെന്ന് ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് അവനും ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ദിവസം അവർക്ക് വന്നാണത്തില്ല, അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം പോലീസ് ഇവളെ ഫോൺ വിളിച്ചിട്ട് ഒരു പ്രായമായിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഒരു ശിവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കും. അതുകൊണ്ട് അവളും ടെൻഷനായി ചിലപ്പോൾ എന്റെ അച്ഛനെ കണ്ടെത്തി കാണുമെന്ന് അറിഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം ഹെയ്റ്റങ് ഈശ്വനും കൂടെ ഈ പോസ്റ്റ് എങ്ങനെ വന്നെന്ന് കണ്ടെത്താൻ വേണ്ടി ആ ബൈൻഡ് എടുത്തോണ്ടോയ പ്രായമായിട്ട് ആളെ അന്വേഷിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് വേസ്റ്റ് ഇറക്കുന്ന ആൾക്കാരൊക്കെ ഇവര് പറയുന്ന പോലെ പ്രായമായിട്ട് ആൾക്കാരൊന്നും ഇവിടെ ആരില്ലെന്ന് അറിയും. അതുകൊണ്ട് ഇവർ രണ്ടും കൂടെ ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അയാൾ എവിടെ ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഇവരവിടെ നടന്നു പോകും. അതിനുശേഷം അവനും സത്യത്തിൽ അവരൊക്കെ ഫ്യൂച്ചറിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് ഇട്ടേന്ന് പറഞ്ഞ് ഇവന് വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പം അവളൊരു സത്യമാണ് ഇവളെങ്കിൽ പിന്നെ കോളേജിലൊക്കെ പോകുമെന്ന് അവരോട് ചോദിച്ച് അറിയണം എന്നറിയും. അപ്പോഴാണ് അവനും അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറയും നീ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കോളേജിലേക്ക് പോകും എന്നിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ സെക്യൂരിറ്റിന്റെ അടുത്ത് കാർ വാങ്ങിച്ചോണ്ട് ഇവര് പോലീസ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഹേറ്റങ്ങിന്റെ മകനാണ് കാർ ഓട്ടിക്കാൻ പറ്റാതെ ഇത് ഓട്ടോമാറ്റിക് അല്ലേ ചോദിക്കും. അപ്പോഴാണ് അവളാണ് നിനക്ക് കാർ ഓട്ടിക്കാൻ അറിയത്തില്ലടാ, നീക്ക് വിദേശത്ത് എന്തുവാടാ ചെയ്ത് എന്നിട്ട് അവൾ അവസാനമായിട്ട് ഡ്രൈവ് ചെയ്ത് പോലീസ് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇവളുടെ അച്ഛനല്ല വേറെ ഏതാണ്ട് പ്രായമായിട്ടുള്ള ആളാ. അതിനുശേഷം അദ്ദേഹം തണുക്കുന്നുണ്ട് ഇവളുടെ തുണി ഇട്ട് കൊടുക്കും. അപ്പോഴാണ് ഇതേപോലെ ഇവളുടെ അച്ഛനും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കഷ്ടപ്പെടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് സങ്കടം വരും. അങ്ങനെ അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവൾ അച്ഛനോട് ദേഷ്യപ്പെട്ട് എന്റെ തെറ്റെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ എങ്ങനെ സമ്മാനപ്പെടുത്തുന്നറിയാതെ അവ സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഇവിടെ ഇവന്മാരും ചായയുടെ കൂടെ കടയൊക്കെ റെഡിയാക്കുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാർ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരും. നിങ്ങളുടെ കട പുതിയതായിട്ട് റെഡിയാക്കിയോ, എങ്കിൽ പിന്നെ ഇനി തൊട്ട് ഇത് നമ്മളുടെ കടയല്ല അളിയാ എന്നിന് അവൻ അവിടേക്ക് വരുമ്പം ഇത് നിങ്ങളെ പോലെ കടം കൊടുക്കുന്ന പരിപാടിയല്ല, ഇത് ജസ്റ്റ് ഗെയിമിംഗ് സ്ഥലമാണെന്ന് പറയും. അപ്പോഴാണ് അവന്മാരും സ്നേഹത്തോടെ വന്നാൽ നീ ഞങ്ങളെ പറഞ്ഞയക്കാൻ നോക്കുന്നു, നിങ്ങൾ കാരണം എന്റെ കാൽ ഇപ്പോഴും അതിനെടുക്കുക, അത് നീ മറക്കല്ലേ, നിങ്ങൾക്ക് ഗാവോടെ കീഴിൽ വർക്ക് ചെയ്യാമെങ്കിൽ എങ്കിൽ പിന്നെ നടക്കട്ടെ നമുക്ക് നോക്കാം എന്നിന് അവന്മാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇത് കണ്ട് ഇവന്മാരാണ് ഒരേശം അവന്മാർ വീണ്ടും ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ചായനോട് വയ്ക്കുമ്പം അവൻ എന്ത് ഭക്ഷണം വന്നെങ്കിലും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി മേലെ ഇവന്മാരാദ്യം അവരോട് ഭക്ഷണത്തിലൊന്ന് പോലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവരിങ്ങനെ പുതിയതായിട്ട് ജീവിക്കാൻ തുടങ്ങിയുണ്ട്. ടീച്ചർ ഹൈറ്റും കൂടെ ഇവരെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് വരും. അതിനുശേഷം ടീച്ചർ ഈശ്വനോട് നീ സ്കൂളിൽ വരുന്ന മുമ്പേ തന്നെ ഞാൻ നിന്നോട് 2 കാര്യം പറയാം, നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങിക്കോണം, പിന്നെ ഇതേപോലെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഹേറ്റാ നിന്നെ പഠിപ്പിക്കുമെന്ന് എനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മേലെ അടി ഉണ്ടാക്കി നിന്റെ ജീവിതം നീ കളയില്ലേ എന്നിന് അവൻ അഡ്വൈസ് ചെയ്യുമ്പം അവന് പതിയെ ചായനെ നോക്കും. അപ്പരാണ് ചായയും എന്തിനാണ് എന്നെ നോക്കുന്നത്, ഞാൻ എപ്പോഴും അടി കൂടാൻ പോകുന്ന പോലെയാണല്ലേ, നീ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചോ എന്നിന് ഇവരെല്ലാം കൂടെ സന്തോഷത്തി അവിടെ നിന്ന് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ടീച്ചർ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവന്മാരും ചായ ചെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയും. അപ്പോഴാണ് അവനും അതിന് നിങ്ങളുടെ അഡ്വൈസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് നാണിച്ചോണ്ടേ പുറകെ ഓടി ചെല്ലും. അതിനുശേഷം അന്ന് രാത്രി ഹേറ്റങ്ങ് ഈശ്വനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പം അവൻ ഇവളുടെ അച്ഛനെല്ലാം തിരിച്ച് വീട്ടിൽ വന്നു ചോദിക്കും. അപ്പോഴാണ് അവളും അതൊന്നല്ല, നാളെ തൊട്ട് നീ സ്കൂളിൽ വരുമല്ലേ, അതുകൊണ്ട് നിന്റെ മുടി ഞാൻ കട്ട് ചെയ്യാം എന്നിന് അവനെ ഇരുത്തിച്ച് ഇവള് മുടി വെട്ടി കൊടുക്കും. അതിന്റെ ഇടയിൽ തന്നെ ഇവൾ അവനെ കുറെ അഡ്വൈസ് ചെയ്യും, സ്കൂളിൽ വന്നതിന് ശേഷം ആ ഷെന്നുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കില്ലെന്ന്. അപ്പോഴാണ് അവനും ഞാനായിട്ട് ഭക്ഷണത്തിൽ പോകുന്നില്ല അവന്മാരായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ അവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവളും ഇവളുടെ അമ്മൂമ്മയുടെ ആഗ്രഹവും ഇവള് നല്ലോണം പഠിച്ചിട്ട് ഇവൾ ഈ സ്ഥലം വിട്ടു പോകുന്നയാ, കാരണം എന്നാലേ ഇവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് 2 പേർക്കും പഠിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയുമ്പം അവന് ചിരി വന്നിട്ട് സത്യത്തിൽ ഞാൻ പഠിച്ച് പാസ്സാകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ലാതെ ഞാൻ ഇനി തൊട്ട് നിന്നെ പഠിപ്പിക്കാൻ പോകല്ലേ, നീ അടി കൂടുന്നതിനേക്കാളും പഠിക്കാൻ ഈസിയാ എന്നിന് അവളും പറഞ്ഞ് അവനെ മനസ്സിലാക്കും. അതിനുശേഷം അവൾ ചെയ്തേക്കുന്ന ഹെയർ കട്ട് കണ്ടിട്ട് ഇവനും സത്യത്തിൽ ഇപ്പോഴെന്റെ ഫേസ് എനിക്ക് പിടികിട്ടുന്നത് എന്നിന് അവനും പറഞ്ഞിട്ട് ഇവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് വീട്ടിൽ എത്തിയതിനു ശേഷം ഇവൾ അവന് ലെറ്റർ കൊടുക്കുമ്പോൾ അവന് അതിനകത്ത് അയക്കാനാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇത് ഇവൾ ഇവന് വേണ്ടി എഴുതി ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അവൾ നാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ നാളെ രാവിലെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ ഇവൾ തന്ന ലെറ്റർ വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷോട്ട് പോകാന്ന് പറഞ്ഞ് അവള് ലെറ്റർ ഇവൻ എഴുതിയേക്കും. അങ്ങനെ ഈ ലെറ്ററാണ് ഫ്യൂച്ചറിൽ ഇവന്റെ മകള് കാണുന്നത്, അതായത് അവളുടെ വീട്ടിൽ നിന്ന് ഹേറ്റാങ്ങിന്റെ പേര് ലെറ്റർ കണ്ടത്. അങ്ങനെ ഇവൻ ഇവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ഇവിടെ ഹേറ്റാങ്ങിന്റെ വീട്ടിൽ അവളെ ആരാണ്ട് അടിച്ചിടും. അങ്ങനെ ഇതൊന്നും അറിയാതെ അടുത്ത ദിവസം ഈശ്വൻ അവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കുറെ സമയമായിട്ടും അവള് വരത്തില്ല. അതുകൊണ്ട് അവന് സംശയത്തി അവൻ അവിടെ നിന്ന് ഹൈറ്റാങ് എന്ന് പറഞ്ഞ് ഇവള് വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ വീട്ടിന്റെ അകത്ത് ഇവളുടെ അച്ഛൻ അവളെ കെട്ടിയിട്ടിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കും. അതിനുശേഷം അവളും ഒരു നേരത്തെ സ്കൂളിൽ വന്നാണെന്ന് അറിഞ്ഞ് ഇവൻ അവിടേക്ക് ചെല്ലുമ്പം അതേസമയം ഷെന്നാണ് നീ വീണ്ടും വന്നോന്നറിഞ്ഞ് ഇവനായിട്ട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും വന്ന് അതിനിപ്പോ എന്തുവാ മര്യാദയ്ക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ നോക്കടാ, ഒരു ഷെന്റെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ നീ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങത്തില്ല, കാരണം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടത്തെ പോലെ ഒന്നല്ല, ഞാൻ ആള് മൊത്തത്തിൽ മാറി ഒരു
സീൻ ഉണ്ടാക്കും. എന്നിട്ട് അവനും പേടിപ്പിച്ച ഉടനെ ഷെന്നാണ് പേടിച്ച് അവിടെ ഇരിക്കും. അതിനുശേഷം ഫസ്റ്റ് പീരീഡ് ആയിട്ടും ഹെയ്റ്റാങ് വരാത്തോണ്ട് ഇവന് ടീച്ചറിനോട് ചെന്ന് അവൾ എന്താ വരാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് ടീച്ചറും കുറച്ച് ദിവസത്തേക്ക് അവളുടെ അച്ഛൻ ലീവ് ചോദിച്ചേക്കോന്ന് പറയുമ്പോൾ ഇവൻ അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് അപ്പൊ തന്നെ അവളെ കാണാൻ വേണ്ടി ചെല്ലും. അതോടെ ടീച്ചറും നീ സ്കൂളിൽ വന്നപ്പോ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതേസമയം അവൻ നേരെ അവളുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവളുടെ വീട് അടച്ചിട്ടേക്കുന്നുണ്ട്. ഇവൻ അകത്തേക്ക് ചാടി കയറി അവൾ അന്വേഷിച്ചോണ്ടിരിക്കും. പക്ഷെ അവളാണ് അവിടെ എങ്ങും തന്നെ കാണത്തില്ല. അതുകൊണ്ട് അവൾ അന്വേഷിച്ച് ഇവന് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ അവൻ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണെന്ന് പേടിച്ച് പോലീസിനോട് ചെന്ന് കംപ്ലൈന്റ് എടുക്കുമ്പോഴാണ് ആ പോലീസാണ് ഇവനെ കണ്ടിട്ട് ഇവനല്ല പെങ്കൊച്ചിനെ അന്ന് ഇവിടെ നിന്ന് വിളിച്ചോണ്ടോയെന്ന് പറയും. അങ്ങനെ അവളെ ഇപ്പൊ അവളുടെ അച്ഛൻ മെന്റൽ ഹോസ്പിറ്റലിൽ വിളിച്ചോണ്ടോയി കാണുന്ന പറയുമ്പോൾ ഇവൻ അപ്പം തന്നെ അവളെ അന്വേഷിച്ച് അവിടേക്ക് ഓടിച്ചില്ലും. അങ്ങനെ അവനൊരു സൈക്കിളായിട്ട് അവളെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതേപോലെ ഇവളുടെ അച്ഛനും അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് നിൽക്കുക. അതിനുശേഷം അവൻ അവിടെ എത്തിയിട്ട് ഹെയ്റ്റാങ് നീ അച്ഛനോട് ദേഷ്യപ്പെടണ്ട, നിനക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫുഡ് ഇവിടെ നിന്ന് കിട്ടും, മോള് സമാധാനത്തിൽ ഇവിടെ ജീവിക്കും, ഞാൻ ചെന്ന് നിന്റെ വീട് വിറ്റിട്ട് കുറച്ച് ബെറ്റ് കെട്ടി പൈസ ഉണ്ടാക്കട്ടെ, അതിനുശേഷം നിന്നെ ഒന്ന് വിളിച്ചോണ്ടോ. ഇതിന്റെ പൈസയ്ക്ക് വേണ്ടി ഇവളുടെ അച്ഛനും ഇവൾ ഇവിടെ ആക്കാൻ തീരുമാനിക്കും. പക്ഷെ അവളാണ് ഇയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ അയാൾ ഇവൾക്ക് പ്രാന്താന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിളിച്ചോണ്ടോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഈശൻ ഓടിയെത്തിയിട്ട് ഇവനെ അടിച്ചു പൊട്ടിക്കും. ആർക്കാടാ പ്രാന്ത്, നീയൊക്കെ മനുഷ്യനാണോടാ, പൈസയ്ക്ക് വേണ്ടി നീ എന്തും ചെയ്യല്ലേ. എന്നിന് അവനെ അടിച്ചു പൊട്ടിക്കുമ്പോൾ അവളുടെ അച്ഛനും ഞാൻ അവളുടെ അച്ഛനാടാ, ഞാൻ തീരുമാനിക്കുന്നതെല്ലാം. എന്നിന് ഇവനെ തിരിച്ച് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഒരു വലിയ അടിയാകുമ്പോഴാണ് അവസാനം ഹേറ്റങ് ഓടി വന്ന് ഈശന് ചെന്ന് രക്ഷിക്കും. അതിനുശേഷം ഇവർ തമ്മിൽ കൂട്ടടിയാകുമ്പോൾ നാട്ടുകാരെല്ലാരും കൂടെ ഇവനെ പിടിച്ച് മാറ്റിയിടും. അതോടെ അവളുടെ അച്ഛനും ഇവർക്കെല്ലാം ഭ്രാന്താന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ഇവനോട് ഹേറ്റങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് അവൻ വരാൻ കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞ് സോറി പറയും. അതോടെ അവളും കരഞ്ഞോണ്ട് ഇവനെ ഹഗ് ചെയ്യും. അതിനുശേഷം അവനും അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഇവളുടെ മുറിവിനൊക്കെ മരുന്നിട്ടോണ്ടിരിക്കും. ഹേറ്റാങ് അവനൊക്കെ ഒരു മനുഷ്യനാണോ, സ്വന്തം മോളിനെ തന്നെ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഇവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവളും അയാൾക്ക് എന്റെ അമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കൊച്ചിലെ ഒരു ദിവസം എന്റെ അച്ഛനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോൾ അമ്മ വേറെ ഒരാളോട് സംസാരിക്കുന്നുണ്ട്, അച്ഛൻ അവർ തമ്മിൽ ബന്ധമാണെന്ന് വിചാരിച്ച് തെറ്റിരിച്ച്. അങ്ങനെ അതോടെ അന്ന് രാത്രി തന്നെ അതും പറഞ്ഞ് അച്ഛൻ എന്റെ അമ്മയെ അടിച്ച് പൊട്ടിച്ച്. അങ്ങനെ ഓരോ ദിവസം അച്ഛൻ എന്റെ അമ്മയെ സംശയിച്ച് അവരിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്ന. പക്ഷെ എന്റെ അമ്മ അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. എന്റെ അമ്മ അങ്ങനെ വേറൊരാളെ സ്നേഹിക്കാനൊന്നും പോയില്ല. പക്ഷെ ഇയാൾക്ക് ആ സംശയം കൂടി മൊത്തത്തിൽ പ്രാന്തായിരുന്നു. അതിനുശേഷം ഈ ബെറ്റിംഗ് ഒക്കെ തുടങ്ങി പൈസ ഇല്ലാതെ എന്റെ അമ്മയായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് അച്ഛൻ എല്ലാ ദേഷ്യവും ഇപ്പൊ എന്നോടാ കാണിക്കുന്നത്. എന്നിന് ഇവൾ ആ കാര്യമൊക്കെ ഇവനോട് ഷെയർ ചെയ്യുമ്പോൾ അവനും ജനിച്ചപ്പോ തന്നെ അവന്റെ അച്ഛനെ കണ്ടിട്ടില്ലെന്ന് പറയും. അങ്ങനെ അമ്മ ഒരു ദിവസം ഇവന്റെ അച്ഛനെ കണ്ടുപിടിച്ച് വിളിച്ചോണ്ടരാന്ന് പറഞ്ഞിട്ട് ഇവന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി. പക്ഷെ പിന്നീട് ഇവന് മനസ്സിലായ ഇവന്റെ അമ്മ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആ സമയത്ത് ഇവന് 4 വയസ്സായതേ ഉള്ളു. അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇവന് പട്ടിണി നടന്ന് മരിക്കാൻ പോയതാ. അതുകൊണ്ട് വേസ്റ്റിലത്തെ ഫുഡൊക്കെ വാരി കഴിച്ച ഞാൻ പിന്നീട് ജീവിച്ചെന്നറിഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പം അവൾ ഇത് കേട്ട് ഫീൽ ചെയ്യും. അപ്പോഴാണ് അവനും അതിനുശേഷം അവൻ അനാഥാശ്രമത്തിൽ വിളിച്ചോണ്ടുപോയി അവിടെ ഇവൻ ഈശോന്ന് പേരൊക്കെ വെച്ചെന്നറിയും. ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ ഇവന്റെ അമ്മ അന്വേഷിച്ച് പിന്നീടെല്ലാം പോയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും പോയിട്ടുണ്ട്, പക്ഷെ അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ ആ കാര്യമൊക്കെ ഇപ്പൊ ഇവളോട് പറയും. അങ്ങനെ എന്നെ പോലെ ആൾക്കാർ എന്നെ ജീവിക്കുവാണ്, നിന്നെ പോലെ കഷ്ടപ്പെടുന്ന പെൺകുട്ടിയൊക്കെ തീർച്ചയായിട്ടും ജീവിക്കണം എന്നറിഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുക്കും. അതുകൊണ്ട് അവൾ ഇവന് താങ്ക്സ് പറഞ്ഞിട്ട് അവളിന് ജീവിക്കാനും ശ്രമിക്കത്തുള്ളൂ എന്നറിയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഇവളോട് ഇവൾക്ക് താല്പര്യമുണ്ട്, നമുക്കൊരു ഫാമിലി ആയാലോ എന്നറിഞ്ഞ് ഇവളോട് ചോദിക്കും. അതോടെ അവൾ സന്തോഷത്തി തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫാമിലി ആണെന്നറിഞ്ഞ് ഇവർ സന്തോഷത്തിൽ ജീവിക്കാൻ തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരൊരുമിച്ച് സ്കൂളിലേക്ക് ചെന്ന് അവിടുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവൾ എത്ര പഠിപ്പിച്ചാലും അവന് ചില കാര്യങ്ങളൊന്നും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ എന്നാലും ഇവളുടെ കൂടെ ചേർന്ന് അവന് കഷ്ടപ്പെട്ട് പഠിക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ അവസാനം അവര് പറഞ്ഞ ആ ചുഴലിക്കാറ്റ് വരുന്ന ദിവസമായി. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അവര് പറഞ്ഞ സത്യമാണല്ലോ എന്നറിയാൻ വേണ്ടി അത് കാണാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചെല്ലും. പക്ഷെ അവിടാണ് ഇവര് പറഞ്ഞ പോലെ ഒരു ചുഴലിക്കാറ്റും കാണത്തില്ല. അതുകൊണ്ട് ചുമ്മാതായിരിക്കും എന്നറിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടുന്ന് ആൾക്കാരൊക്കെ ഇതെന്തോടെ സംഭവം എന്നറിഞ്ഞ് എല്ലാരും കൂടെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഷോക്കാന്ന്. അതായത് ഇവർക്കപ്പോൾ വന്ന ലെറ്റർ 2026 തന്നെയാണ്. അത് അവർക്ക് ഇപ്പോൾ ഉറപ്പായി. അതിനുശേഷം ഇവർ അപ്പം തന്നെ അന്ന് രാത്രി അവർക്കൊരു റിപ്ലൈ ലെറ്റർ അയച്ചു കൊടുക്കും. അതിനുശേഷം അവരെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ഇത് 1991 ഇരുന്ന് ഹെയ്റ്റങ് എഴുതിയ ലെറ്ററാന്ന് എഴുതിയിട്ടേക്കും. അതോടെ ഇവളാണ് ഇത് സത്യത്തിൽ ഇവന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ എനിക്കൊന്നും ഉറപ്പില്ല, പക്ഷെ ഈ പേര് എന്റെ അമ്മയുടെയാന്ന് പറഞ്ഞിട്ട് അതെന്തായാലും കൺഫേം ചെയ്യാൻ വേണ്ടി ഇവന് തീരുമാനിക്കും. അതുകൊണ്ട് അവന്റെ അമ്മയ്ക്ക് അറിയാനുള്ള കാര്യം ഇവൻ ആ ലെറ്ററിനകത്ത് എഴുതാന്ന് പറഞ്ഞിട്ട് ഇവന് രാത്രി 12 മണിക്ക് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം അവന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം ഇവൾ അതിനുമ്പോൾ ലെറ്റർ അയച്ചാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ അമ്മയെ പോലീസ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് പോവുക. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Our hearts beat to the city streets. We began to feel the fire. We
rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.